ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നലെ 30 ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള പതിയാരി ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോകുന്നതാണ് കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നല്ല ശാന്തവും സമാധാനവുമായിട്ട് വേണം പോകണമെങ്കിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ജോലികളൊക്കെ കഴിച്ചു വെച്ച് ഇത്ര മണിക്ക് ക്ഷേത്രത്തിൽ പോകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു ശാന്തതയാണ്. ഇനിയുള്ള കുറച്ച് സമയം നമുക്ക് എല്ലാം മറന്നുകൊണ്ട് പ്രാർത്ഥിക്കാം അല്ലേ. എല്ലാവർക്കും നല്ലത് വരണേ എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് വേണം ക്ഷേത്ര ദർശനമൊക്കെ നടത്താനായിട്ട് കേട്ടോ. ശിവരാത്രിയുടെ നോട്ടീസൊക്കെ ഇവിടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തതാണ്. ഈ ക്ഷേത്രത്തിലല്ല, ശിവക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള നോട്ടീസാണ് കേട്ടോ. അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് ഇപ്പോഴേ നമ്മൾ ഓരോ നാമജപങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. പയറും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടിയിട്ടാണ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ കളർഫുള്ളായിട്ട് കിടക്കുന്നത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് വേവിക്കരുത്, വെള്ളം തളിച്ചിട്ട് വേണം നമുക്ക് ഈ മെഴുക്കുപുരട്ടി അങ്ങോട്ട് ഇങ്ങനെ സിമ്മിലിട്ടും കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല മനുഷ്യരെയും കണ്ടുമുട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ചിലരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കാണുന്നവരോ അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോഴൊക്കെ ആണെങ്കിലും അവർ എപ്പോഴും ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലോ ചിലരാണെങ്കിൽ എപ്പോൾ കണ്ടാലും നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു പോകും, ചിലർക്ക് മാത്രം എപ്പോഴും സന്തോഷം, ചിലർക്കാണെങ്കിൽ എപ്പോഴും സങ്കടമാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. മനുഷ്യജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടവും സന്തോഷമൊക്കെ മാറി മാറി വരും. നമ്മുടെ തോന്നലാണ് മറ്റുള്ളവർക്ക് നല്ല സന്തോഷമാണ്, സുഖമാണ്, എനിക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് കേട്ടോ. മനുഷ്യരായി പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സമ്മിശ്രമായിരിക്കും എല്ലാവരുടെയും ജീവിതം. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും പിന്നെ ഹാപ്പി ആയിട്ട് എങ്ങനെ നടക്കുന്ന ആൾക്കാരെന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് പോകും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം വന്നിട്ട് തളർന്ന് അപ്പോഴാണ് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ സങ്കടങ്ങളും എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് തോന്നാം. പക്ഷേ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് വിചാരിക്കും, എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, എന്തായാലും ഒരു പ്രശ്നത്തിൽ പെട്ടു, ഇനി ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ അതിന് ധൈര്യമായിട്ട് നല്ല കരുത്തോടു കൂടി നേരിട്ടും കഴിഞ്ഞിട്ട് നമ്മളത് പരിഹരിക്കണം. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരും, അത് പരിഹരിച്ച് ആശ്വാസപ്പെടുന്ന ആ സമയത്തായിരിക്കും അടുത്ത പ്രശ്നം വരിക. അപ്പോൾ നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് കരുത്താർജിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. അങ്ങനെ നല്ല മനക്കരുത്തോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് കഴിയുക? ഏറ്റവും കൂടുതൽ കഴിയുക വീട്ടമ്മമാർക്ക് തന്നെയാണ്. എല്ലാവരും വിചാരിക്കും കുടുംബനാഥന്മാർക്കായിരിക്കും നല്ല മനക്കെട്ടിയും കാര്യങ്ങളെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ റോൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഹസ്ബൻഡിൻ്റെ അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കണം, വീട്ടു ജോലികൾ ചെയ്യണം, ഇനിയിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം, പുറത്തെ ജോലികൾക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് വീട്ടമ്മമാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീട്ടമ്മമാർക്ക് കുറേ കഴിവുകളുണ്ട്, മനസ്സിന് നല്ല കരുത്തും കാര്യങ്ങളും ഉണ്ട്. ഇതുകൂടാതെ നമുക്ക് കുറച്ചും കൂടി മനക്കരുത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അടുക്കും ചിട്ടയും വേണം കേട്ടോ ലൈഫിന്. നമ്മുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് മനക്കരുത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെന്തെങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ ലോകം അവസാനിക്കും എന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇത്ര മണിക്ക് ഇന്ന കാര്യം ചെയ്യുക, അത്ര മണിക്ക് അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള ഒരു അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതമാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമ്മളതിൽ വ്യാപൃതരായിരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഒരു നിസ്സാര കാര്യങ്ങളോ കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാതെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയിക്കോളും, ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്തായാലും ചെയ്യും എന്നുള്ള ആ ഒരു മട്ടിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നല്ല ഉന്മേഷത്തോട് കൂടിയിട്ട് നമ്മുടെ അന്നന്നത്തെ ജോലികളൊക്കെ നമ്മളങ്ങോട്ട് ചെയ്യുക. വരാൻ പോകുന്നതിനെ കുറിച്ച് അങ്ങോട്ട് ഭയന്നും കഴിഞ്ഞ് നമ്മൾ അയ്യോ അന്ന് ഇനി ഇന്നൊരു കാര്യം വരുന്നുണ്ടില്ലേ, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇന്നത്തെ ലൈഫ് തന്നെ നമ്മൾ കുളമാക്കാതെ നമുക്ക് ഇന്ന് എന്താണോ ആ കാര്യങ്ങൾ നമ്മൾ നല്ല
വൃത്തിയാവണ്ണം ചെയ്യുക. അങ്ങനെ ചെയ്ത് ചെയ്ത് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ തരണം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ തല പുണ്ണാക്കി ജീവിക്കാതെ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചില മനുഷ്യർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അതങ്ങോട്ട് കുറയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവരോട് അങ്ങോട്ട് പറയും. പക്ഷെ ചില മനുഷ്യർ നമ്മളെ ആശ്വസിപ്പിക്കുകയല്ല ചെയ്യുക, അത് വീണ്ടും വീണ്ടും കുത്തി കുത്തി പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് തോന്നിപ്പോകും അയ്യോ ഇതൊന്നും പറയണ്ടേന്നില്ല എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമാണ് വലുത്, മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ഒക്കെ നിസ്സാരമായിട്ടാണ് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അത്ര എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് പറ്റും. നമ്മൾ ആദ്യം ഒന്ന് പകച്ചൊക്കെ നിന്നൊന്ന് വരും. പക്ഷെ പിന്നീട് നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ചും കഴിഞ്ഞിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെയ്യുക കേട്ടോ. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ഞാനന്ന് എന്തുമാത്രം ടെൻഷൻ അടിച്ചതാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സോൾവ് ചെയ്യിപ്പിക്കാതെ നമ്മൾ തന്നെ പരമാവധി ചെയ്യുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ഇത്തിരി വിഷമിച്ചിട്ടും ബുദ്ധിമുട്ടിയിട്ടൊക്കെ ആണെങ്കിലും നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ നല്ല കരുത്തായിരിക്കും കേട്ടോ. ഓ ഞാൻ വിചാരിച്ചതല്ല എന്നെക്കൊണ്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്, എനിക്കത് പറ്റിയില്ലേ എന്ന് നമുക്ക് തോന്നും. അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും. അപ്പോൾ വീണ്ടും അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കത് ഈസിയാണ്. ഓഹോ ഇതൊക്കെ ഞാൻ സോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ തളർന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ കുടുംബനാഥന്മാരാണ് അങ്ങനെ തളർന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാർ വേണം അതൊക്കെ ആശ്വസിപ്പിച്ചും അതിനെ മറികടക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടും നമ്മൾ ഒത്തൊരുമിച്ചിരുന്നും കഴിഞ്ഞ് ചർച്ച ചെയ്തും കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മളതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് കണ്ടെത്തണം കേട്ടോ. പിന്നെ നമ്മുടെ മനസ്സിന് കരുത്തേകാൻ പറ്റിയ ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത് കേട്ടോ. ചില കാര്യങ്ങൾ നമുക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വിചാരിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കും അല്ലേ. എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം എന്നെക്കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റണേ ഭഗവാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ അത് നമ്മുടെ മനസ്സിന് കരുത്തേകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്ന കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഭഗവാൻ അത് നടത്തി തരും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിനുള്ളിൽ കടന്നുകൂടും. ഇത് നമ്മുടെ മനസ്സിന് കരുത്താർജിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ലോകത്ത് എന്ന് പറഞ്ഞാൽ നമുക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ ഒന്നും ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ ടി വിയിലെ ന്യൂസും മറ്റും വെച്ചാൽ മതി. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ടെൻഷനൊക്കെ ആയി പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ മനസ്സിൻ്റെ കരുത്ത് ചോർന്നു പോകാത്ത തരത്തിൽ നമ്മൾ അതൊക്കെ തരണം ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭക്തിയും അതുപോലെ തന്നെ അടുക്കും ചിട്ടയുള്ളൊരു ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കോഴി മക്കളുണ്ടല്ലോ, ആ കോഴിമക്കളിൽ പൊന്നിക്ക് തീരെ വയ്യ കേട്ടോ, തൂങ്ങി പിടിച്ച് നിൽപ്പാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അതിലൊരു നാട്ടുമരുന്നിനെ കുറിച്ച് പറയുന്നത് കണ്ടു. അപ്പോൾ പനിക്കൂർക്കയിലയും അതുപോലെ തന്നെ പച്ചമഞ്ഞളും പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇത്രയും സാധനങ്ങൾ അരച്ചും കഴിഞ്ഞിട്ട് കോഴിക്ക് കൊടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തൂങ്ങൽ മാറും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വേഗം തന്നെ പോയി കഴിഞ്ഞ് നമ്മുടെ തൊടിയിലുള്ള സാധനങ്ങളാണല്ലോ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് അരച്ച് നമ്മുടെ പൊന്നിക്ക് കൊടുക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞളാണെങ്കിൽ നമ്മുടെ മാവിൻ്റെ ചുവട്ടിലായിട്ടാണ് നട്ടിരിക്കുന്നത്. ഇപ്രാവശ്യം പറിച്ചെടുത്തിട്ടില്ല കേട്ടോ, ഒക്കെ ഇങ്ങനെ പട്ടുപോയി കിടക്കുന്നുണ്ട്, പറിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് കൊടുക്കാം. അപ്പോൾ രാത്രിയും കൊടുക്കണം രാവിലെയും കൊടുക്കണം. അപ്പോൾ പിന്നെ രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഡോക്ടറൊക്കെ വരും. അപ്പോൾ നമുക്ക് ഡോക്ടറെ പോയി കണ്ടും കഴിഞ്ഞ് മരുന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പൊന്നിക്ക് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടാണല്ലോ, ഈ ചൂട് സമയത്താണ് കോഴിമക്കൾക്ക് അസുഖങ്ങളൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇനി മുതലൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരം വെളുത്ത വഴി എല്ലാ കോഴിമക്കളെയും തുറന്നു വിടാണ് കേട്ടോ. കാരണം കൂടി നിന്ന് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളവർക്കും വരുമോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അവളിതാ തനിയെ കൂട്ടിൽ കയറി കഴിഞ്ഞ് ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽപ്പാണ് കേട്ടോ. കാണുമ്പോൾ പാവം തോന്നും കേട്ടോ, നമ്മൾ മക്കളെ പോലെ സ്നേഹിക്കുന്നതാണല്ലോ ഇവരെയൊക്കെ. അപ്പോൾ ഒരു ഭയങ്കര സങ്കടം തന്നെയാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ.
നമുക്ക് പറ്റാവുന്ന അറിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ട ചികിത്സയൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം അല്ലേ, മാറുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അല്ലേ, നമ്മുടെ പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ജീവിതം. അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ കരുത്തൊക്കെ പോകുമല്ലേ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വേണം ജീവിക്കാനായിട്ട്. വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കണം. അങ്ങനെ ഈ നാട്ടുമരുന്ന് പൊന്നിക്ക് കൊടുത്തു വിട്ടാൽ, പൊന്നിക്കാണെങ്കിൽ അത് ഇറക്കാൻ ഭയങ്കര പാടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ആര്യവേപ്പിൻ്റെ ഇലയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. പക്ഷേ ഈ മഞ്ഞളുടെ കുത്തടിച്ചിട്ടോ മറ്റേ പനിക്കൂർക്കലയുടെ സ്മെല്ലോ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ തീരെ വയ്യല്ലോ, അരിമണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്നും കൊത്തി കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മരുന്നൊക്കെ ഒരു കണക്കിന് അവളെ കഴിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള മരുന്നൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും നല്ല മനക്കരുത്തുള്ള മനുഷ്യരായിട്ട് മാറണം കേട്ടോ. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നാളെ ആകുമ്പോഴേക്കും പൊന്നിയുടെ അസുഖമൊക്കെ മാറിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനിരിക്കുന്നത്. ഇനിയപ്പോൾ മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.